കാലത്തിന്റെ ഒരു പോക്ക് സഫാമേല് ഒളിച്ചോടി പോയി. എനിക്ക് ചിരി വരുന്നത് തരും. അവർ ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, തപ്പി തപ്പി കിട്ടിയതാ. അത് നോക്കിക്കോളി. അപ്പൊ ഗൈസ്, ഈ ഇമോജി എന്ന് പറഞ്ഞെങ്കിൽ കരയുന്ന ഇമോജിയാണ്. ഞാനിപ്പോ വേണ്ട അടുത്തൊക്കെ ഒരു കാര്യം ചോദിക്കും, വേണ്ട റിപ്ലൈ എന്താണെന്ന് നോക്കാം. ഓക്കെ, രണ്ടാമതൊരു കല്യാണം കഴിക്കണമെങ്കിൽ മേനോന് രണ്ടാമതൊരു കല്യാണം കഴിക്കണമെങ്കിൽ ചിരിക്കണം. ചിരിക്കാത്തത് അറിയല്ലേ, മെയിനായിട്ടിട്ട് പോവില്ല. അതെ, എത്ര ഈ മേനാസ് എന്നൊരു വ്യക്തിയെ ആദ്യം റിഫ എന്നുള്ളൊരു പെൺകൊച്ചിനെ കല്യാണം അയച്ചു. അതൊരു ബ്ലോഗറാണ്, ഇൻഫ്ലുവൻസറാണ്, നല്ല കൊച്ചായിരുന്നു. ആ കൊച്ച് ദുബായിൽ വന്നിട്ടാണ് ആത്മഹത്യ ചെയ്തത്. അത് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് ഇവൻ ലൈവിട്ട് ഞാൻ പറഞ്ഞത് എന്റെ വൈഫ് മരണപ്പെട്ടു, മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. ആ പെണ്ണ് കൊന്നതാണോ അല്ല ഓന്റെ ഈ ശല്യം വയ്യാതെ മരിച്ചതാണോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഉദാഹരണം ചങ്കിക്ക് ഫല്ലിട്ട് മരിച്ചാലും അവിടെ തിരിഞ്ഞാലും ഒരേപോലെ പോസ്റ്റ്മോർട്ടം പോലെ കാണാൻ പറ്റും. അത് മാത്രമല്ല, അതിനുശേഷമാണ് സഫ എന്നുള്ള എനിക്ക് പ്രണയിച്ച് കല്യാണിച്ചു. മുമ്പേ ബന്ധമുണ്ടായിരുന്നു, അതുകൊണ്ട് പ്രണയിച്ച് കല്യാണിച്ചു. ഇവന്മാരായിട്ട് ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഇവൻ എറണാകുളത്താണ് താമസം. ഈ പെൺകൊച്ചിന്റെ സഫയുടെ നാട് എറണാകുളം, ആലുവയിലാണ്. ആലുവ താമസന്മാര് ഊബറൊക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നു. അവിടെയും ഭയങ്കര സ്ഥലം എന്താകുമ്പോഴത്തേക്ക് ഒരു ഡ്രഗ്സ് ആണ് ഞങ്ങൾ. ഈ ഡ്രഗ്സ് അടിച്ചാല് ചിലപ്പോ എന്ത് ചെയ്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇരിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അങ്ങനെ ഈ പെൺകൊച്ച് വേറൊരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോയി. ചിലപ്പോ അതാണ് സേഫ് ചേർന്നത്. മരണത്തിനെക്കാട്ടി വേദാണ് ഇത്. ഉദാഹരണം പ്രണയിച്ചൊരു പെണ്ണിന് ഒരു ഡ്രഗ്സ് അടിക്കുന്നതോ മറ്റടിക്കുന്നതോ മറിച്ചടിക്കുന്നതോ പറഞ്ഞ് വീട്ടിൽ പറയാൻ ഒക്കില്ല. എന്താ അവസാനം അവൾക്ക് ഒളിച്ചോടി പോകുന്ന വയ്യേ ഉള്ളത്. ഈ ഡ്രഗ്സ് അടിക്കുന്ന ആൾക്കാർക്ക് ഈ പെണ്ണുങ്ങളെ ബലയിലാക്കാൻ വല്ലാത്തൊരു മിടുക്ക, വല്ലാത്തൊരു ശക്തിയാണ്. അത് ഒരുപാട് പേര് ഡ്രഗ്സിന്റെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് പെണ്ണിനെ പെട്ടെന്ന് ബലയിലാക്കുന്നുള്ള ഒരു ശക്തി ഉണ്ടാകും. അതുപോലെയാണ് ഇത് സംഭവിച്ചത്. ഈ ചെറ്റനരം മുതൽക്ക് ഈ 2 പെണ്ണിന്റെ ജീവിതം തകർക്കുന്നത്. പക്ഷെ ഈ സഫാൻ ആരും കുറ്റം പറയരുത്. എന്താ സഫാൻ ജീവൻ കൊണ്ട് ഓടിയതായിരിക്കും, ജീവൻ കൊണ്ടുണ്ടായിരിക്കും. അതാണ് സംഭവം. എന്നാലും ഇവന്മാർ അഭിനയം അത് ഭയങ്കര അതിലേക്കാണ് ഓസ്കാർ കൊടുക്കേണ്ട അഭിനയമായിരുന്നു. പിന്നെ ഈ ഇടയ്ക്കൊരിക്കും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീഡിയോ ഇട്ടായിരുന്നു, മകനെ നോക്കുന്നില്ല. ഇപ്പോഴും മകൻ എങ്ങനെ നോക്കാനാണ്? ഒന്നാമത്തെ നോർമൽ ബോധത്തിലുള്ള ഒരാളൊന്നുമല്ല, ഡ്രഗ്സ് അടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതാണ് സംഭവം. അങ്ങനെ എന്ത് പറയാനാ, അവള് പോയതെന്തായാലും നന്നായി. അവളടുത്ത് ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.